സാറേ കനകനെങ്ങനെയുണ്ട്? ഒന്നും പറയണ്ടേ, അവനൊരു കുഴപ്പമില്ല. അതാ ഏണിയം കണ്ടാ നിന്നെ വീണത് ഇവിടെ ഒരു ചെറിയ പൊട്ടല്ലോ, അല്ലാതെ ഒരു കുഴപ്പമില്ല. വേറെ വാരി കെട്ടി അങ്ങ് പോയി. അല്ലയാ പിന്നെ നാളെ മറ്റേ വാടകക്കാരൻ വരും വീട് നോക്കാൻ. ഏത് ഏതെന്നാ? മറ്റേ കോർപ്പറേഷൻ ജോലി ചെയ്യുന്ന ദീപുവേ. അല്ല അത് ശരിയാവില്ല സാറേ. എന്ത്? അതിപ്പം ഈ അമ്പളിക്കുട്ടനെ ഇവരൊന്നും ഇവിടുന്ന് മാറുന്നില്ല. എന്തു വിളിയാ നീ പറയുന്നത്? അതെ, സംഗതി ഇവിടുന്ന് ആലപ്പുഴ ചെന്നപ്പോണ്ടല്ലോ ആ തള്ളയുടെ വിധമൊക്കെ മാറി. അമ്മയും മോനും ഇപ്പോൾ ഒന്നായി. എന്നോട് ചോദിക്കും നീ ആരാടാ എന്ന്. ഇപ്പോൾ പറയണത് ഇവിടെ അമ്പളിക്കുട്ടൻ തന്നെ താമസിച്ചാൽ മതി, വേറെ ആരെയും ഇവിടെ താമസിപ്പിക്കേണ്ടതാണ്. എൻ്റെ അളിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞു ആ തള്ളയുടെ സ്വഭാവം മാറുമെന്ന്. പറഞ്ഞതാണോ? ഞാൻ വിചാരിച്ച ഇപ്പം ഇങ്ങനെയൊക്കെ ആവുമെന്ന്. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഭയങ്കര മോനെക്കുറിച്ച് ഇനി പറയാനില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഇരുന്നത്. പക്ഷേ അളിയ ഇപ്പോൾ വേറെ കുഴപ്പമുണ്ടല്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് 5000 മേടിച്ചാണ് നിനക്ക് തന്നത് ആലപ്പുഴ പോകാൻ. ഞാനിനി ആ പൈസ എങ്ങനെ തിരികെ കൊടുക്കും? അതെ, നീ ഒരു കാര്യം ചെയ്യണം. അവനെങ്ങനെയെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് റെഡിയാക്കിയിട്ട് 5000 രൂപ അളിയൊന്ന് മറിച്ച് കൊടുക്കണം. ഞാൻ തരാം, ഇച്ചിരി പൈസ വരാണ്ട് തരും. എന്തോടെ കഷ്ടോടെ നിന്റെ ഏത് കേസിൽ തൊട്ടാലും എനിക്ക് അതിന് അവസാനം പണി. കഷ്ടോടെ ഒന്ന് മറിച്ച് കൊടുറേ, ഞാൻ തരാം. വരും, പൈസ ഉടനെ വരും. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കഷ്ടം. പള്ളിയിൽ കർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചെന്നല്ലോ, എന്നെ വെറുതെ അങ്ങ് മോഹിപ്പിച്ചല്ലേ ഉള്ളൂ കർത്താവ്. എന്റെ ആഗ്രഹം നടക്കട്ടെ, അപ്പോഴും ഞാൻ കത്തിച്ചോ. എനിക്ക് വേണ്ടിട്ട്. നിനക്കാ? എന്തിന്? ഞാൻ നേർന്നായിരുന്നു. എന്തിന്? അമ്മയും കനകനും തമ്മിലുള്ള വഴക്ക് മാറാൻ.